സ്വാഗതം. അപ്പോൾ ഞാനിന്ന് രാവിലെ എണീച്ചിട്ട് എവിടെയാണ് പോകുന്നതെന്നറിയാം. നല്ല ഇരിടാണ്. രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിയാണ് കേട്ടോ. 2 മണിക്ക് എണീറ്റിട്ടുണ്ടായിന്. പക്ഷേങ്കിൽ 3 മണിയായരാണ് ഓട്ടോ വന്നിട്ടുണ്ടായിനെ. നമ്മളെ ഗിരീഷേട്ടൻ്റെ ഓട്ടോയിൽ നമ്മളെ നാട്ടിൽ മാട്ടൂല് കക്കടഞ്ചാൽ തെയ്യമുണ്ട്. അതും വെറും തെയ്യല്ല, കരിഞ്ചാമ്പൂണ്ടീൻ്റെ തെയ്യമാണ്. അപ്പോൾ അമ്മ 2-3 ദിവസം മുന്നേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിന് ഇങ്ങനെ ഉണ്ട് തെയ്യെന്ന്. അപ്പം മക്കൾക്കും അനക്കും എല്ലാം ഈ തെയ്യം കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കരിഞ്ചാമ്പൂണ്ടീനെ നമ്മളിങ്ങനെ റീൽസിലെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ നേരിട്ട് കാണാനുള്ള ആ അതിയായ ആഗ്രഹം കൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തെയ്യെല്ലാം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെ നിന്നിട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്. നമ്മളെ നാട്ടിലെ മരതെയ്യത്തിനും എല്ലാത്തിൻ്റെയും മുന്നിലൊന്നും ഞാൻ നിൽക്കില്ല. കാണണം എന്ന് പറഞ്ഞിട്ട് പോകും, പക്ഷെ ദൂരെ നിന്ന് കണ്ടിട്ട് അങ്ങ് മാറലാന്ന് കേട്ടോ. ഈ തെയ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെയ്യം സ്ത്രീകളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഓടിത്തുള്ളിയിട്ട് പോവുക കേട്ടോ. അപ്പം സ്ത്രീകൾക്കെല്ലാവർക്കും പേടി ഉള്ള ഒരു തെയ്യമാണ്. പുരുഷന്മാരുടെ ഇടയിലേക്ക് ഇതങ്ങനെ പോകില്ല. സ്ത്രീകളെ പ്രത്യേകം നോട്ടം ഇട്ടിട്ട് ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ സ്ത്രീകളെല്ലാവരും ഞാൻ പോകുമ്പം തന്നെ സ്ത്രീകൾ എല്ലാവരും ഇങ്ങനെ ദൂരോട്ടാണ് നിന്നിട്ടുള്ളത്. കുറച്ച് പിന്നെ ആൾക്കാരെ ഇങ്ങനെ അടുത്ത് അങ്ങനെ പോയിട്ട് നിന്നിട്ടുള്ളൂ. ദൂരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ടീച്ചറെല്ലാം ദൂരോട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ദേവൂട്ടനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചടുത്ത് വന്നിട്ടുണ്ടായിനെ. ഇതിപ്പോൾ ഫോട്ടോ വീഡിയോസെല്ലാം എടുത്തത് തേജുവാണ്. അപ്പോൾ ഞാൻ കുറച്ച് സമയം ദേവൂട്ടനെല്ലാം കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഇതിങ്ങനെ ആൾക്കാരുടെ ഇടയിലേക്ക് സ്ത്രീകളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഓടി വീഴുമ്പോൾ ഞാൻ പിന്നെ ദേവൂട്ടനെ പിടിച്ചിട്ട് മാറ്റിയിട്ട് നമ്മളും കുറേ ദൂരെ പോയി നിന്നിട്ടാണ് പിന്നെ കണ്ടത്. ലൈഫിൽ എന്തായാലും ഒരു തവണയെങ്കിലും ഈ തെയ്യത്തിനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. നല്ല ഒരു വൈബാണ്. രാവിലെ തന്നെ ഉള്ള ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. പിന്നെ ഇതിങ്ങനെ ആൾക്കാരുടെ ഇടയിലേക്ക് ഓടി വരുമ്പം നമ്മൾ ഓടലും പേടിക്കലും എല്ലാമായിട്ട് ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു ആ ഒരു സമയത്ത്.
ആ ഒരു ഉഗ്രരൂപം കഴിഞ്ഞതിന് ശേഷം പിന്നെ ശാന്തതയിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോഴാണ് ഈ ഒരു മുഖപ്പാളയിൽ ഇട്ടിട്ടുള്ള ഒരു കലശത്തോട് കൂടിയിട്ടുള്ള വരവ് കണ്ടത്. ർക്ക് മാരണമൂർത്തിയായി ഭവിക്കുന്നു. അരികൊണ്ടായുഷം പൂകൊണ്ട് പൂങ്കാവനവും തീർത്തുകാത്തു. ഏകദേശം ഒരു 4:45 എല്ലാം ആയിട്ടുണ്ടായിനെ. അപ്പോൾ ഇതാ മക്കൾക്ക് വിശക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് ചെറിയ സ്റ്റോളിൽ ഒരു ഏച്ചി ഓംലേറ്റും കട്ടൻ ചായ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് വാങ്ങിയിട്ട് മക്കൾക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് 2 പിള്ളേർക്കും തെയ്യം എന്ന് പറഞ്ഞാൽ തീർന്നിട്ടാണ്. അവർക്ക് തെയ്യം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ഏത് പുലർച്ചയ്ക്ക് വിളിച്ചാലും അച്ഛനും മക്കളും തെയ്യം കാണാൻ റെഡിയാണ് കേട്ടോ. ഏട്ടനിപ്പം ഡ്യൂട്ടീൻ്റെ ആവശ്യമായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഓറും ഉണ്ടാവുകയും. അങ്ങനെ ഇതാ പൊട്ടൻ തെയ്യത്തിൻ്റെ പുറപ്പാടാണ് കേട്ടോ അടുത്തത്. ഏകദേശം ഇതാ നല്ലോണം നേരം വെളുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോഴത്തേക്ക് നേരം വെളുത്തപ്പോഴാണ് അറിയുന്നത് ഇത് ശരിക്കും ഈ ക്ഷേത്രം വരുന്നത് ഒരു കടലിൻ്റെ കരക്ക് തന്നെയാണെന്നാണ്. അപ്പം ഉറക്കക്ഷീണവും കാര്യങ്ങളെല്ലാം ആയിട്ട് കടലിൻ്റെ ഭാഗത്തേക്കൊന്നും പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല. ദേവട്ടന് ഉറക്കം വരുന്നതെന്ന് പറഞ്ഞിട്ട് ദേവട്ടൻ അവിടെയെല്ലാം കിടന്നിട്ടുണ്ടായിനെ. അപ്പോഴത്തേക്ക് ഇതാ നമുക്ക് അവർ കുറച്ച് പ്രസാദമെല്ലാം കൊണ്ടുത്തന്നിട്ടുണ്ട്. ദേവട്ടന് നല്ലോണം വിശന്നിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ അവിലും പഴമെല്ലാം എടുത്തിട്ട് അവൻ കഴിക്കുന്നുണ്ട്. ഉച്ചവരെ കുറേ തേങ്ങലുണ്ട്, പക്ഷേങ്കിൽ എനിക്ക് അതിനുള്ള സമയമില്ലേ, പെട്ടെന്ന് അങ്ങ് തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം പൊട്ടൻ തേങ്ങ കഴിഞ്ഞപ്പാട് ഇതാ അമ്മേനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോക്കാനേ.
കരിഞ്ചാമുണ്ടീനെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ ഇത്രയും രാവിലെയല്ലേ എണീച്ചിട്ട് വന്നത്. എന്തായാലും കുറച്ചെല്ലാം കാണാൻ പറ്റിയിട്ടുണ്ട്. എന്നാലും ആ ഒരു വൈബ് ഉണ്ടല്ലോ, പേടിപ്പെടുത്തുന്ന ആ ഒരു അവസ്ഥ, ഓട്ടം, അതെല്ലാം നല്ല രസമുണ്ടതിന്. പിന്നെ ഒന്നാമത് എന്നാൽ ഞാൻ പൊതുവേ തെയ്യം പേടിയുള്ള വ്യക്തിയാണ്. നമ്മുടെ നാട്ടിൽ മരത്തെയ്യം കെട്ടലുണ്ട്. ആ തെയ്യെല്ലാം ഉണ്ടാകുന്ന സമയം തന്നെ ഞാൻ വീട്ടിൽ ഏതെങ്കിലും റൂമിൽ അടച്ചിരിക്കലാണ്. എനിക്ക് തെയ്യത്തിന് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ അടുത്തുനിന്ന് കണ്ടിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാൽ ആ ഒരു വൈബ് ആസ്വദിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കലാണ്. രാവിലത്തെ ആ ഒരു നടത്തം അതൊരു നല്ല സുഖമല്ലേ. അങ്ങനെ നമ്മൾ കുറേ ആടിപ്പാടി വർത്താനെല്ലാം പറഞ്ഞിട്ട് മെല്ലനെ നടക്കലാണ്. ഇപ്പല്ലേ ഓട്ടോയും കാര്യങ്ങളെല്ലാം. പണ്ട് നമ്മൾ കാവിലെ താലപ്പൊലി കാണാൻ പോയി കഴിഞ്ഞാൽ പുലർച്ചയ്ക്ക് ഇതേപോലെ നടക്കുകയോ, അതെത്ര ദൂരം നടക്കുക, ആ കണക്കിൽ ഇതൊന്നും ഒന്നുമല്ല. പിന്നെ നമ്മളിതാ ബസ് സ്റ്റോപ്പിൽ ബസ്സൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ ഒരു ബീഫ് കൊണ്ടുവന്ന ഓട്ടോറിക്ഷയിൽ എന്നിട്ട് കയറിയിട്ടുണ്ടായിന്. അങ്ങനെ അതൊന്നും ചവിട്ടാത്ത രീതിയിൽ എല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ബൈ.